ഇല്ലടി. എടാ രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ. ഹലോ നമസ്കാരം, രേണുസുതിയാണ്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത്. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്നും രേണുസുതി സബ്ജക്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. ഇന്നലെ ഒരു ഒന്നൊന്നര കോണ്ടന്റ് ആയിരുന്നു എന്റെ പൊന്നു മക്കളെ. എന്റെ ആ വീഡിയോയുടെ എന്താണ് അതിനകത്ത് സബ്ജക്ട് കാരണം എന്റെ വീഡിയോ നന്നായിട്ട് പുഷ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രം അങ്ങനെ ഒരു കോണ്ടന്റ് ആണല്ലോ രേണുസുതി തന്നു വെച്ചത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം കേട്ടോ. ഒരു ഒന്നൊന്നര കോണ്ടന്റ് ആണ്. പുള്ളിക്കാരി വെള്ളം അടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇന്നലെ ലൈവിൽ വന്ന് അമ്മാതിരി കോപ്രായി കാണിച്ചത്. അപ്പം എന്തൊക്കെയായാലും അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് ഇന്നലെ തന്നെ കുറെ അധികം റീലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പുള്ളിക്കാരി തകർക്കുന്നുണ്ട്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ സ്റ്റോറിയുടെ മറ്റേ സ്റ്റോറി ആയിരുന്നു. അപ്പൊ അതിനിങ്ങനെ തേച്ച് മെഴുകുകയാണ്. ആരെ കാണിക്കാനാണ് ചേച്ചി ഇങ്ങനെ തേച്ച് മെഴുകുന്ന അറിയില്ല. എന്നാണേലും കേരളക്കാരെ ഒന്നാകെ പിടിച്ചു കുലിക്കൊരു സംഭവമായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്ന്. എന്താണ് രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ ലീക്ക് ആക്കി. നമ്മുടെ കുട്ടന്മാർ എന്നാണ് രേണുസുതി എന്നാണ് സബ്സ്ക്രിപ്ഷൻ ഉള്ളവരെ വിളിക്കുന്നത്. കുറെ ഞരമ്പ് രോഗികളാണ്. അപ്പൊ ആ ഞരമ്പ് രോഗികളെ വിളിക്കുന്ന പേരാണ് കുട്ടന്മാർ. അപ്പൊ കുട്ടന്മാർക്കുള്ള വീഡിയോ ആയിരുന്നു, എന്താണ് ലൈവ് ആയിരുന്നു ലീക്ക് ആയത്. അപ്പൊ നമുക്കറിയാം അത് ബിബിയുടെ തലയെ കൊണ്ടിട്ടു. ശരിക്കും അത് ബിബി അല്ല എന്താണ് ലീക്ക് ആക്കിയത്, വേറൊരാളാണ് ലീക്ക് ആക്കിയത്. മാസ്റ്റർ മൈൻഡ് മനുവാണ് ലീക്ക് ആക്കിയത്. പക്ഷെ അതും ബിബിയുടെ എന്താണ് ഒരു തംലൈൻ വെച്ചിട്ടാണ് എന്താണ് പുള്ളിക്കാരി അത് എന്റെ വീഡിയോ ലീക്ക് എന്നൊക്കെ എന്തോ അഭിമാനത്തോടെയാണ് പറയുന്നത്. എന്റെ വീഡിയോ ലീക്ക് ആയി എന്നൊക്കെ പറഞ്ഞാൽ അത് കാണിക്കുന്ന ചേഷ്ടകളും കോഷ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നു മക്കളെ പെറ്റതള്ള സഹിക്കത്തില്ല. എങ്ങനെ ഇതിനെയൊക്കെ ആ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ എപ്പോഴും തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി എന്ന് ചോദിച്ചാൽ മതി. അമ്മാതിരി കാട്ടായമാണ് ആ വീഡിയോയിലൂടെ കാണിച്ചത്. ഒക്കെയായാലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ പുഷ് ചെയ്യാൻ ഭയങ്കര പാട്. കാരണം എന്താണ് നമുക്ക് ഗൈഡൻസ് കിട്ടിയിട്ട് നമ്മുടെ ചാനൽ തന്നെ അടിച്ചു പോകുന്ന പരിപാടിയാണ് പുള്ളിക്കാരി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉളുപ്പുമില്ല, ഒന്നുമില്ല. ഇതൊക്കെ കാണിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഇട ആ കിച്ചു എന്ന് പറഞ്ഞ ചെറുക്കനെ എന്താണെങ്കിലും ഇവരെ അമ്മയെന്നല്ലേ വിളിക്കുന്നത്. അവനൊക്കെ നാളെ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ നോക്കും? അവന്റെയൊക്കെ കൂട്ടുകാരുടെ വീട്ടിൽ എങ്ങനെ പോയി ഇരിക്കും? എപ്പോഴും ചെറുക്കന് തല നാട്ടിൽ തന്നെ നടക്കേണ്ടി വരും. അതുമൊക്കെ പോട്ടെ, കൊല്ലം സുധ വീട്ടുകാര്, ചേട്ടച്ചാര്, അവരുടെ അമ്മ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ പുറത്തോട്ട് ഇറങ്ങി നടക്കുന്നത്? അവരൊക്കെ ഒരു വില എന്താണ്? എന്താണേലും ഇവരെ ഒരു ഇത് കൊല്ലം സുധിയുടെ വൈഫ് എന്നൊക്കെ തന്നെയല്ലേ ഒരു ലേബലിലല്ലേ നിൽക്കുന്നത്. അപ്പൊ ഇവരുടെ ഗുഡ് വില്ലൊക്കെ എവിടെ പോയി നിൽക്കുന്നു എന്ന് കണ്ടറിയാം. അപ്പൊ എന്താണെന്ന് ചേച്ചി ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ആദ്യം തന്നെ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ എന്താണ് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ എന്താണ് ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറെ കമന്റ് അതെനിക്ക് അത്യാവശ്യമാണ്. അത് നിങ്ങൾ എന്താണെങ്കിലും കൊടുക്കണം. എന്താണ് ചേച്ചി ഇന്നലെ വന്ന ഒരു എക്സ്പ്ലനേഷൻ, അത് നമുക്കൊന്ന് ആ എക്സ്പ്ലനേഷൻ നന്നായിട്ട് നമുക്ക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്താണ് കേട്ടുന്നോ? ഹലോ നമസ്കാരം, രേണുസുതിയാണ്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ആഹാ, എന്ത് അഭിമാനത്തോടെയാ പറഞ്ഞു ഈ രേണുസുതിയുടെ വീഡിയോ ലീക്കായി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെന്ന്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവാണ്. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുമില്ല എന്റെ കുഞ്ഞുമോളെ. ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ. എടി, നീ ഒരു പേഴ്സണലായിട്ട് ഒരു വീഡിയോ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം അയച്ചു കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ല. അതിന്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്, നിന്റെ പേഴ്സണൽ ആണ്. നിനക്ക് കാമുകനോ കാമുകന്മാരോ അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ അങ്ങനെ ആരെങ്കിലും ഒക്കെ നിനക്ക് എന്തെങ്കിലും എക്സ്ട്രാ മെറ്റീരിയൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ നിന്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്. പക്ഷെ ഇവിടെ എന്താണ് വിഷയം? നീ ലൈവിൽ വന്നിട്ട്, നിന്റെ സബ്സ്ക്രിപ്ഷനിൽ ലൈവിൽ വന്നിട്ട് നീ എപ്പോഴും പറഞ്ഞ പ്രൈവറ്റ് ആയിട്ടുള്ള എന്റെ എന്താണ് പബ്ലിക് ആക്കിയ വീഡിയോ ആണ്. അങ്ങനെ ലൈവിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്ലാറ്റ്ഫോം ആണ്. അവിടെ വന്നിട്ട് നീ കാണിച്ച ഈ ഒരു കുലിസിത പ്രവർത്തനങ്ങൾ അത് പാടില്ലായിരുന്നു. കാരണം അവിടെ ഒരാളല്ലല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട്. നീ അത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോഴും നീ ഒരു കാര്യം മനസ്സിലാക്കണം രേണു, അത് പ്രൈവറ്റ് അല്ല, ഒരിക്കലും അത് പ്രൈവറ്റ് അല്ല. പ്രൈവറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിന്റെ ഒരു എന്താണ് വാട്സപ്പ് നമ്പറിലോട്ടോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാരിലോട്ട് ഒരു നിന്നിൽ നിന്ന് വേറൊരാളിലോട്ട് മാത്രം കൊടുക്കുന്ന ഒരു സംഭവമാണ് പ്രൈവറ്റ്. ഇതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് അല്ല, ഇത് ശരിക്കും പബ്ലിക് തന്നെയാണ്. നീ പൈസ വാങ്ങുന്നു, എന്നിട്ട് നമ്മൾ ഈ പൈസ വാങ്ങിച്ചിട്ട് തിയേറ്ററിൽ പടം കാണാൻ പോകുന്നില്ലേ, അതുപോലെ ഒരു സംഭവം. നമ്മൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കാണും. ആ ഒരു സംഭവം മാത്രമാണ് നീ ചെയ്യുന്നത്. അതൊരിക്കലും നിന്റെ ഒരു സ്വകാര്യ സ്വത്തല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഒരു സംഭവം നീ ഇങ്ങനെ കുലിസിത പരിപാടികൾ എന്താണ് ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ പരിപാടി കാണിച്ചത് കൊണ്ടാണ് അത് നമ്മൾ ലീക്ക് ആക്കിയതും അതുപോലെ തന്നെ ഇതിനെ റിയാക്ട് ചെയ്തതും. ഓക്കെ, ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത്. ഇവള് പറഞ്ഞ ആസ്വദിച്ചത്, അതിനെ ആസ്വദിക്കാൻ മാത്രം എന്താണുള്ളത്? ആസ്വദിക്കാത്ത ഛർദിക്കാനാണ് വന്നത്. ഛർദിക്കാൻ ശരിക്കും സീരിയസ്ലി എന്ത്
കോപ്രായമാണ് ഈ പെണ്ണുമ്പിൾ അതിനകത്ത് കിടന്ന് കാണിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്നലത്തെ എന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അതിനകത്ത് കടന്ന് കാണിച്ച കോപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യമാണ്, മാനാഭിമാനമുള്ളവർ ആരാണെങ്കിലും മുടിക്കുത്തിരി പിടിച്ചിട്ട് അടി കൊടുക്കും ശരിക്കും. ഇതൊക്കെ കണ്ടിട്ട് തങ്കച്ചൻ ചേട്ടൻ എങ്ങനെ ഇരിക്കുന്നു പോട്ടെ, അവിടെ ചേട്ടത്തിയുടെ ഒരു ഭർത്താവുണ്ട്, ഇവിടെ സ്വന്തം ചേട്ടന്റെ സ്ഥാനത്തല്ലേ നിൽക്കുന്നത്, അങ്ങേർക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇതുപോലെ ഒരു ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് കരണം പോകച്ചു എന്ന് ചോദിച്ചാൽ മതി. വളരെ മോശം, വളരെ കഷ്ടം, വളരെ പരിതാപകരമായിട്ടുള്ള ചേഷ്ടകളാണ് അതിനകത്ത് രേണുസുതി കാണിച്ചു വെച്ചത്. നിങ്ങൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ആളല്ലേ, അപ്പം നിങ്ങൾക്കൊരു ബോധമില്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലാഴിക എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് സീരിയസ്ലി, അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് ഇവള് ഈ ചേഷ്ടകൾ കാണിക്കാൻ ഇവിടെ എന്തോ അടിച്ച് ഫിറ്റായിട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സ്വബോധത്തോടെയൊക്കെ ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല. 360 ആംഗിളിലാണ് അവിടെ കിടന്ന് വട്ടം കറങ്ങിയിട്ട് അവിടെ എല്ലാ അവയവങ്ങളും കാണിച്ചത്. വസ്ത്രമോ ഇടുന്ന ഡ്രസ്സോ അതിൽ ബട്ടൺസ് ഇട്ടില്ല. എന്നിട്ട് അതിനകത്ത് കുട്ടന്മാര് ചോദിക്കുന്നുണ്ട്, ഇവള് കുട്ടന്മാരെന്നാട്ടോ അവന്മാരെ വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനും കുട്ടന്മാരെന്ന് പറഞ്ഞത്. എന്ന് ചോദിക്കുന്നത് ഒരു ബട്ടൺസ് ഊരി കാണിക്കാമോ, ഒരു ബട്ടൺസും കൂടി ഊരി ഇടാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് ഭയങ്കര സെക്ഷൽ കളേർഡ് ആയിട്ടുള്ള ചാറ്റുകളായിരുന്നു അതിനകത്ത് വന്നിരിക്കുന്നത്. അതിനെല്ലാം രേണുസുതി മറുപടി കൊടുത്തോണ്ടാണ് അമാതിരി ചേഷ്ടകൾ കാണിച്ചത്. വളരെ മോശമായി പോയി, വളരെ വളരെ. ഇവിടെ ദുബായിലൊക്കെ ബിജി എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്, അവർ പോലും ഇങ്ങനെ ഒരു ലൈവ് വന്ന് കാണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ, സീരിയസ്ലി. ഏതാളും ഏത് നാറിയാണെങ്കിലും എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? ഒരിക്കലും നമ്മളെ നാറിയൊന്നും പാടിക്കില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇത് കാണിച്ച നിന്നെ ഞങ്ങൾ എന്ത് വിളിക്കണം? തിലോത്തമ്മയെന്ന് വിളിക്കണോ? എന്നാണേലും ഇത് കാണിച്ച് ഇത്രയും കാണിച്ചു വെച്ചിട്ട് നീ മെഴുകാൻ കാണിക്കുന്ന മനസ്സ്, അത് എന്റെ പൊന്നുമോളെ അത് കാണാതെ പോവരുത്. ഇത് കിച്ചുവിന്റെ ഫ്രണ്ട്സും തങ്കച്ചനും അളിയനും എല്ലാരും ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് രാത്രിയിലും ലൈവ് വരാന്ന് പറഞ്ഞു, അതിക്കാലും വന്നില്ല. ഞാൻ സമ്മതിച്ചു പെണ്ണിനെ. നാറികളെ, എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? ഈ പുള്ളിക്കാരി പറഞ്ഞ ചുണ്ടിൽ ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ചുണ്ട് ഈ കാലാവസ്ഥ അനുസരിച്ച് വേനൽക്കാലത്ത് പൊട്ടും. നമ്മൾ എന്താണ് സവോളിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേക്കും, ലിബാം ഒക്കെ ഇടും. പക്ഷെ നമ്മളൊരു ഫോൺ എടുത്ത് വെച്ചിട്ട് എന്റെ ചുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവര് കാണിച്ചാൽ എനിക്ക് കാണിക്കാൻ മടിയുണ്ട്. അപ്പൊ അങ്ങനെ കാണിക്കുവാണോ? ഇവര് ചുണ്ട് പൊട്ടിയതാണോ എന്ന് പറഞ്ഞെന്നല്ലേ പറഞ്ഞു. ഞാൻ ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ ഞാൻ ഇവരുടെ ഇന്നലത്തെ ആ സബ്സ്ക്രിപ്ഷൻ വീഡിയോക്കകത്ത് വന്ന ആ വീഡിയോ ഞാൻ വെച്ച് കാണിക്കാം. അതിനകത്ത് ഇവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരാണ്ട് ചോദിക്കുന്നുണ്ട് കടിച്ചോട്ടേന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയുന്ന മറുപടി എന്ന് വെച്ചാൽ കടിക്കല്ലേടാ ചുണ്ട് പൊട്ടിയിരിക്കുവാണ്. അപ്പം ചുണ്ട് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ കടിക്കുമായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടു നോക്ക്. കടിക്കല്ലേ, മുറിഞ്ഞിരിക്കുക, പോലെ പോയിരിക്കുക. കേട്ടില്ലേ? കടിക്കല്ലേടാ ചുണ്ട് പൊട്ടിയിരിക്കുന്നത്. ബാക്കി ഭയങ്കര ഒരു എന്താണ്, എന്നിട്ട് ഈ ചുണ്ടിട്ട് കാണിക്കുന്ന കോപ്രായം കണ്ടിട്ടുണ്ടെങ്കിൽ പൊന്നു മക്കളെ ആരും, ഞാൻ എന്താ പറഞ്ഞ പെട്ടതള്ള സഹിക്കത്തില്ലെന്ന് പറഞ്ഞത്. ഇവളെയൊക്കെ എന്തിനാ ഇവളൊന്നും മക്കളായിട്ട് വെച്ചോണ്ടിരിക്കണം, അന്നേരം തല്ലിക്കൊന്ന് കുഴിച്ചു മൂടണം. അങ്ങനത്തെ ഒരു ഇതാണ് തങ്കച്ചന് ഇപ്പോഴും. ഇങ്ങനെ എങ്ങനെ സാധിക്കുന്ന എനിക്ക് വയ്യ. നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. പോണം നീ ഇനി ലൈവ് പോണം, നീ ഇനി ഇങ്ങനത്തെ കോണ്ടാക്ട് ചെയ്യണം. എന്നാലും നിന്നെ ഇനി ആരാണെന്ന് ശരിക്കും ജനങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അപ്പൊ നിന്റെ കൂടി നീ തന്നെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ നീ ആണാണ് എന്തോടോ ബാക്കി പറയാൻ വന്നതാണ്. ആണാണെങ്കിൽ അപ്പൊ വെല്ലു വിളിക്കാൻ വന്നതാണ്. വെല്ലു വിളിച്ചേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം. എന്താണ് ഷെബീന ബീബി ആയിട്ട് ഒന്ന് കൊമ്പ് കോർത്തതാണ് ഇപ്പം മൂഞ്ചി തെറ്റിയിരിക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവര് അടങ്ങിയില്ല, വീണ്ടും കിക്കൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു റീലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കാലും അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. പേടി എടാ, രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ തന്നെയാണ്. അതായത് നല്ല മര്യാദ തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്, മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്, മനസ്സിലായോ? നട്ടലില്ലേ എന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. അപ്പൊ ഇവരുടെ തന്തയ്ക്ക് നട്ടലില്ലേ എന്നാണ് ചോദിക്കുന്നത്. നട്ടലുള്ളതുകൊണ്ട് തന്നെയാണ് നിന്നെ പോലെ ഉള്ളവരൊക്കെ ഈ പരിപാടി 10 ആളെ അറിയണമെന്ന് കരുതിയിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിടുന്നത്, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വിടുന്നത്. അപ്പൊ അതിന് ഇത്രയും കാണാൻ തിളക്കൊന്നും വേണ്ട. ഈ കാണിച്ചത് നിനക്ക് നട്ടല് ഉളുപ്പോ എന്തെങ്കിലും ഉണ്ടോ? നട്ടലില്ലാത്ത എനിക്ക് ഒന്ന് പാറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ നട്ടലില്ലാതെ. അപ്പൊ ഉളുപ്പുമില്ല, നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും കുടുംബക്കാർക്ക് ആർക്കും ഇല്ല. എങ്ങനെയോ മകൾ എങ്ങനെയോ ഇത് ആക്കി നടന്നാലും ഞങ്ങൾക്ക് 10 ചിക്കൽ കിട്ടിയാൽ മതി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എന്നിട്ട് കിടന്ന് നെകളയ്ക്കണം. നെകളത്തിന് ഒരു കുഴപ്പമില്ല. ഇവക്കൊരു കൊച്ചു വളർന്നു വരുന്നുണ്ട്, അതിന്റെ ഭാവിയെ കുറിച്ച് ഒരു ചിന്തയില്ല. നമ്മളൊക്കെയാണ് എന്താണ് വിചാരിക്കുന്നത്, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് നമ്മൾ കാരണം നമ്മുടെ മക്കൾക്ക് നാളെ ഒരു മോശം പേര് ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷം വിചാരിക്കും. കാരണം കുടുംബ പാരമ്പര്യം, കുടുംബ മഹാത്മ്യം എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. അതിനുപരി പെണ്ണുങ്ങൾക്ക് ആത്മാഭിമാനം എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. നമ്മുടെ നാക്കും പ്രവൃത്തിയാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം അവൾ ഒരു ബുദ്ധിയുള്ള പെണ്ണാണെങ്കിൽ അവിടെ നാക്കും പ്രവൃത്തിയും എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും അവരുടെ കുടുംബവും. അപ്പൊ ഈ ഒരു പെണ്ണിന് തന്റെ കുടുംബം നന്നായിട്ട് എത്ര ശിഥിലമായിട്ട് പോകുന്ന ഒരു കുടുംബം നന്നാക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ എന്താണ്
ആ കുടുംബം നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇവിടെ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം അവള് നാക്കെടുത്ത് വളയ്ക്കുന്ന, അവള് കാണിക്കുന്ന കോപ്രായം എല്ലാം വെച്ചുകൊണ്ട് ഒരു കുടുംബവും അതുപോലെ തന്നെ ഈ സമൂഹത്തോട്ട് ഇറങ്ങി നടക്കുമ്പോൾ അയ്യേ എന്ന് മക്കളെ നാളെ രേണുസുതി സൈഡായി വയസ്സൊക്കെ ഇരുന്നെന്ന് വെച്ചു. അപ്പൊ നാളെ ഋതപ്പനൊക്കെ പുറത്തോട്ട് ഇറങ്ങി നടക്കുമ്പോ അയ്യേ എവിടാ മറ്റേ അങ്ങനെ നടക്കുന്ന പെണ്ണിന്റെ കൊച്ചാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇവളായിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കും. അതൊക്കെയാണ് അവസ്ഥ. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ എന്തോ അഭിമാനത്തോടെയാണ് ഈ രേണു ഇങ്ങനെ വന്നിരുന്നിട്ട് പറയുന്നത്. മാന്യമായിട്ട് തന്നെയാണ് രേണുസുതി ഈ വീഡിയോക്കകത്ത് ലൈവിൽ വന്നത്. എന്റെ പൊന്നെ, ഈ പുള്ളിക്കാരുടെ മാന്യത ഇങ്ങനെയാണെങ്കിൽ ഇനി മാന്യത ഇല്ലാത്തൊരവസ്ഥ എന്തായിരിക്കും? ചിന്തിക്കാനേ വയ്യ. എന്താണെങ്കിൽ ഇവരെന്താണ് കാണിച്ചു വെച്ചെന്ന് കരുതിയിട്ട് ഇവർക്ക് യാതൊരു ഒരു ബോധവുമില്ല. അപ്പം എന്താണ് രാവിലെ ശ്രീത്തുവിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെ വിമർശിച്ചുകൊണ്ടാണോ അത് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചാണോ എന്താണ് വീഡിയോ ഇറക്കിയത് എനിക്ക് അറിയത്തില്ല. കാരണം ആദ്യമൊക്കെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് രേണുവിനെ കുറിച്ച് 10 കുറ്റം പറഞ്ഞിട്ട് പിന്നെ ഒരു മെഴുകലും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചെങ്കിലും ഒരു റെസ്പെക്ട് ആ പെണ്ണിനോട് ഉണ്ടായിരുന്നു. എന്താണ് ശ്രീത്തുവിനോട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് കണ്ടപ്പോ അതും കൂടി ഇല്ലാണ്ടായി പോയി. അപ്പൊ എന്താണെങ്കിലും രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇമാതിരി ടൈപ്പുകളാണ്. ഒരു ബോധവും വെള്ളിയാഴ്ചയും വിവരമൊന്നും ഇല്ല. എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും അവർ കാണിച്ച തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു തന്നെ കൊടുക്കണം. ഞാനൊക്കെ അത്രേ ഉള്ളൂ. എത്ര വലിയ സൗഹൃദമാണെങ്കിലും അതൊരു പക്ഷെ നമ്മൾ അവരുടെ തെറ്റി തുറന്നു പറയുമ്പോഴത്തേക്ക് അങ്ങനെ തെറ്റിപ്പോകുന്ന സൗഹൃദമാണെങ്കിൽ അങ്ങനെ പോട്ടേന്ന് വെക്കും. അപ്പം ഈ തെറ്റി കാണിക്കുമ്പോൾ ആ കൊള്ളാടി എന്ന് പറഞ്ഞ് കൈ അടിച്ച് കൊടുക്കുന്ന സുഹൃത്തുക്കളെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. സമ്മതിച്ചു കൊടുക്കണം. വേറെ ഒരു രക്ഷയില്ല. അപ്പം എനിക്കിതിനകത്തൊന്നും പറയാനില്ല. കാരണം ഇന്നലെ കാണിച്ച കോപ്രായം എന്ന് പറഞ്ഞാൽ അമ്മാതിരി കോപ്രായങ്ങളാണ് കടന്ന് കാണിച്ചത്. 360 ഡിഗ്രി ആംഗിളിലാണ് പുള്ളിക്കാരി കിടന്നുകൊണ്ട് വട്ടം ചുറ്റി കറങ്ങിയത്. എനിക്കൊന്ന് യോഗ അഭ്യസിക്കുന്നവർക്ക് പോലും ഇങ്ങോട്ടെ പരിപാടി പറ്റത്തില്ല. അതുപോലെ തന്നെ നാക്കും ചുണ്ടും ഇട്ട് കാണിച്ച ആ ചേഷ്ടകള് ഇന്ന് തരം താഴുക എന്ന് വെച്ചാൽ എന്തുമാത്രമാണ് ഒരു മനുഷ്യന് ഇത്രയൊക്കെ തരം താഴാൻ പറ്റുമോ എനിക്കറിയത്തില്ല. എന്നിട്ട് അതാ എനിക്ക് സംശയം, ഈ പുള്ളിക്കാരിക്ക് വേറെ വല്ല മാനസിക രോഗമുണ്ടോ എന്നാണ് എന്റെ ഒരു ഇത്. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ ഉള്ള വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പം എന്റെ മുന്നത്തെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക. അപ്പൊ അതിനകത്തുണ്ട് എല്ലാം, അതിനകത്ത് ഫുള്ളും ഉണ്ട്, അതും കൂടെ കാണുക. അപ്പം ഇത്രയൊക്കെ ഉള്ള വീഡിയോ. അപ്പം അടുത്ത ദിവസം വീണ്ടും കണ്ടവരെ ചിലണ്ടിക്കാം. ബൈ.